ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആണ്. 176.80 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. 24,000 താഴെയാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 23,991.20 ആണ് ഇന്നത്തെ ഓപ്പണിംഗ് ലെവൽ. ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു സൈനാണ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുള്ളൊരു ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ്. വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ $23,925 ആണ് സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വീക്ക്ലി ഓപ്പണിംഗ് 984 അപ്പോൾ ഇന്ന് ആ ഒരു 991 ഓപ്പൺ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് വീക്ക്ലി ഇപ്പോൾ ഈ കാണുന്ന ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്ലോസിങ് ഇന്നലെ വരെ കിട്ടിയത്. അപ്പോൾ അത് ഫ്ലാറ്റായി പോകുന്ന രീതിയിലുള്ളൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്ക്ലി ചാർട്ട് തന്നെ ഓപ്പണിംഗ് നമുക്ക് നോക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ ഓപ്പൺ ചെയ്തതും ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലായിട്ട് മാറി. അപ്പോൾ നമുക്ക് 925 മുകളിൽ ക്ലോസ് ചെയ്യാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഗ്യാപ്പ് ഫില്ലിംഗ് വരുമോ എന്നുള്ളത് വേറൊരു കാര്യം കൂടിയാണ്. വീക്ക്ലി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നമുക്ക് അറിയാം ഈ ഒരു 360 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വീക്ക്ലി ഇന്നത്തെ ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്നലെ നമുക്ക് ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇല്ലാതിരുന്നത്. നോ ട്രേഡ് ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പുട്ട് ഓപ്ഷനിൽ വലിയ രീതിയിലുള്ളൊരു ബൈയിങ് പ്രഷർ ഒന്നും തന്നെ കാണുന്നില്ല. പുട്ട് ഓപ്ഷനിൽ കോൾ ഓപ്ഷനിലൊരു ബൈയിങ് പ്രഷർ കാണുന്നില്ല. പുട്ട് ഓപ്ഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 190 ലെവലിലേക്ക് എത്തി. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ 24,000 ബ്രേക്ക് ചെയ്തപ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ ഓപ്പണിങ്ങിൽ തന്നെ എക്സ്പെക്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് വന്നു. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലാണ്. 935 ആണ് ഒരു സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു 850 ഫോളോ ചെയ്യുന്നത്, 870 850 ഫോളോ ചെയ്യുന്നത് ഒരു പക്ഷേ കാണാൻ പറ്റും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. $24,000 around 115 കോൾ ഓപ്ഷൻ. അപ്പോൾ 23,950 കൂടി ഒന്ന് വാച്ച് ചെയ്യാം. കുറച്ച് ഹയർ പ്രീമിയം 140 വരുന്നുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ പ്രീമിയം നോക്കുകയാണെങ്കിൽ 24,130. അതുപോലെ തന്നെ 24,050 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 155. ഓക്കെ, ഒരു ബൈയിങ് പ്രഷറാണ് കാണുന്നത് സ്പോട്ടിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് ലെവൽ ഇന്നത്തെ കൃത്യമായിട്ടല്ല ഇതിൽ കാണിക്കുന്നത്. ഇതിലിപ്പം 970 ഓപ്പൺ ചെയ്തതായിട്ട് കാണിക്കുന്നത്. 991 ഓപ്പണിംഗ് ആക്ച്വലി. അപ്പോൾ ഇത് 1 മിനിറ്റിലും പ്രോപ്പറായിട്ടല്ല കാണിക്കുന്നത്. ഇതൊരു 6 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് കൃത്യമായിട്ട് കാണിക്കുക. ഇപ്പോൾ പാരലലി മറ്റ് ചാർട്ട്സും കൂടി മറ്റൊരു പ്ലാറ്റ്ഫോമിൻ്റെ ചാർട്ട് കൂടി പാരലലി വാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ലെവൽസ് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓപ്പണിംഗ് 970 കാണിക്കുന്നത് ഈ ഒരു ചാർട്ടിൽ. 'ഇത് റിഫ്രഷ് ചെയ്താലും
അത്ര തന്നെ അത് തന്നെയാണ് കാണിക്കുക. ഫസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ 6 മിനിറ്റ്സ് കഴിഞ്ഞാലാണ് എക്സാക്ട്ലി ചാർട്ട് സെറോദയിൽ കാണിക്കുക. എനിക്ക് മാത്രമാണോ അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ഇപ്പം ഞാൻ പാരലലി വാച്ച് ചെയ്യുന്ന ചാർട്ട്സ് എന്ന് പറയുന്നത് ഏഞ്ചലിൻ്റെ ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, ഏഞ്ചൽ 1, അതുപോലെ തന്നെ അപ്സ്റ്റോക്സിൻ്റെ ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2-3 പ്ലാറ്റ്ഫോമിൻ്റെ ചാർട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊരു റെഫറൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇൻഡെക്സിൻ്റെ സെറോദ ചാർട്ടും ഞാനിവിടെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ആകുമ്പോൾ ചിലതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും മറ്റേതിൽ നമുക്ക് ചാർട്ട് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നല്ല ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ 9:21 ആയി കഴിയുമ്പം റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കാണുന്ന ചാർട്ടേ ആയിരിക്കില്ല, അതൊരു ബെയറിഷ് ആയിട്ടൊരു ക്യാൻഡിൽ വിത്ത് ഒരു ബൈയിങ് പ്രഷറാണ് ശരിക്കും കാണിക്കുന്നത്, ശരിക്കും വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ കാണിക്കുന്നത് വേറൊരു രീതിയിലുള്ളൊരു ഫോർമേഷനാണ്. നമുക്കൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഫ്രഷ് ചെയ്യാം. 5 to 6 മിനിറ്റ്സ് ആണ് എക്സാക്ട് ടൈം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. 24 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 23,940 ലെവൽ ബ്രേക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു 23,950 ഇതുവരെയുള്ള ഡേലോ നോക്കുകയാണെങ്കിൽ 23,939.80 അപ്പോൾ ആ ഒരു ലെവലിലേക്ക് 2 ദിവസം മുമ്പ് ഇന്നലെ മിനിഞ്ഞാന്ന് ഫോളോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ്സ് കിട്ടുമായിരുന്നു. നമ്മൾ കോസ്റ്റിൽ അറൗണ്ട് കോസ്റ്റ് നമ്മൾ എക്സിറ്റ് ചെയ്തു, 3 പോയിന്റ് ലോസിനാണ് എക്സിറ്റ് ചെയ്ത ഒരു ഓപ്ഷൻ. അപ്പോൾ അന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു 24,500 എങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് ഡേലോയിലേക്ക് വരും എന്ന് എക്സ്പെക്ട് ചെയ്തു, പക്ഷെ വന്നിട്ട് അത് അവിടെ നിന്ന് ബൈയിങ് പ്രഷർ വന്നതോടുകൂടി നമ്മൾ എക്സിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിനുശേഷം അത് മുകളിലേക്ക് പോയി, അതായത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഇന്നലെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. 9:21 ആവുന്നു. ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ഇപ്പോഴും സെറോദയിൽ ആ ഒരു ഫസ്റ്റ് 5-6 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഓപ്പണിംഗ് കൃത്യമായിട്ട് കാണിക്കുക. അത് ഓപ്ഷനിലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. ഓപ്ഷനിൽ ഇപ്പോൾ ഞാൻ ഓപ്ഷനിൽ ചാർട്ട് യൂസ് ചെയ്യുന്നത് ഏഞ്ചൽ 1 ആണ്. ഏഞ്ചൽ 1 വളരെ കൃത്യമായിട്ടാണ് എപ്പോഴും കാണിക്കാറുള്ളത്, ഓപ്പണിംഗ്, ക്ലോസിംഗ്, ഡേ ഹൈ, ഡേ ലോ എല്ലാം. ഇപ്പോൾ ഒരു നോ ട്രേഡ് സോൺ ആണ് ആക്ച്വലി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലൊരു എൻട്രി വരികയാണെങ്കിൽ അഗ്രസീവായിട്ട് ട്രേഡ്സിലേക്ക് കിടക്കാം. ഇപ്പോൾ ഒരു ഓപ്പൺ ഹൈയിലാണ് നമ്മുടെ കോൾ ഓപ്ഷൻ കിടക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടോ നോക്കാം. അതുപോലെ തന്നെ ഡേ ലോ വരാനുള്ള ചാൻസസ് അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കോൾ ഓപ്ഷൻ സ്പോട്ടിലാണെങ്കിലും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം എൻട്രി എടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ 2 ഡയറക്ഷനിലും ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ്, അങ്ങനെ നമ്മളൊരു എൻട്രി എടുത്തു. പുട്ട് ഓപ്ഷൻ എൻട്രിയാണ് എടുത്തത്. ഒരു ഇൻസൈഡ് ബാർ വന്നിട്ടുണ്ട് പ്രീവിയസ് ക്യാൻഡിൽ നോക്കുമ്പം. അപ്പോൾ ഡേ ലോയിലൊരു ബുക്കിംഗ് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും. നല്ലൊരു എൻട്രിയാണ് കിട്ടിയത്, ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 940 ലെവൽ ബ്രേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡ് മുകളിൽ കാണാം, ഈ സ്ക്രീനിൽ തന്നെ 940, 950 ലെവൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൾ ഓപ്ഷനിലൊരു ബൈയിങ് പ്രഷർ, കോൾ ഓപ്ഷനിൽ അങ്ങനെ ഡൗൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ ചിലപ്പം ബുക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ലോവർ ലോ വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാം. 939.40 ആണ് വന്നിട്ടുള്ളത്. 939 ഒരു 147 സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും.
യെസ്, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തു. യെസ്, അത് സ്ക്വയർ ഓഫ് ആയി 832 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടിയത്. ഡേലോ ഓൾമോസ്റ്റ് വരാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇൻസൈഡ് ബാറാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഡേലോ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് വന്നാൽ മാത്രമേ അത് കൂടുതൽ ഡൗൺ സൈഡ് വരാനുള്ള ചാൻസസ് ഉള്ളൂ. പ്രീമിയം ഡി കെ കൂടുതലായിട്ടും കോൾ ഓപ്ഷനിൽ വന്നിട്ടില്ല. ഇതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിട്ട് വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. മേ ബി ഒരു 940 ലെവൽ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഫോൾ 870, 850 ലെവലിലേക്ക് വരുന്നത് ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ക്വിക്ക് ട്രേഡ് എടുത്തു, 1 ലോട്ട് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 832 റുപ്പീസ് ബുക്ക് ചെയ്തു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 135 ആണ് എൻട്രി എടുത്തത്. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. 35 എൻട്രി എടുത്തു, 47 ബുക്ക് ചെയ്തു. ഒരു 12 പോയിന്റ്സ് നമുക്ക് കിട്ടി. 1 ലോട്ടായിരുന്നു. 1 ലോട്ടിൽ കിട്ടാവുന്ന നല്ല പ്രോഫിറ്റ്സ് തന്നെയാണ് ഫസ്റ്റ് ട്രേഡ് എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു ലെവലിൽ നിന്ന് ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ വളരെ ക്വിക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഡേ ഹൈയിലേക്കോ 24,000 വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡേലോ ബ്രേക്ക് ചെയ്തൊരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു 50 to 70 പോയിന്റ്സ് ഫോളോ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രേഡ് നമുക്ക് എടുക്കാം മൊമെൻറ്റം വരികയാണെങ്കിൽ. ഇപ്പോൾ അത് ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ഇപ്പം നമ്മളൊരു 832 റുപ്പീസാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. അഗെയിൻ 24,000 പുട്ട് ഓപ്ഷൻ 133 എൻ്റർ ചെയ്തിട്ടുണ്ട്. 1 ലോട്ടാണ് എൻ്റർ ചെയ്തത്. 143 ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടാർഗറ്റ് ലെവൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവൽ. സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈ വന്നു. ഡേ ഹൈ എന്നാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലേറ്റായി എൻട്രി. 120 ലെവൽ എടുക്കണമായിരുന്നു. 133 ആയിപ്പോയി. അപ്പോൾ മേ ബി പുൾ ബാക്ക് വരികയാണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 1 ലോട്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാം. 143 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പുൾ ബാക്ക് വന്ന് എന്തായാലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു ലോ ബ്രേക്ക് ചെയ്തൊരു ലോവർ ലോ വന്നിട്ടുണ്ട്. ഇപ്പോൾ മേ ബി പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ്സ് കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അറൗണ്ട് ഈ ഒരു ലെവൽ 23,950 ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. ഡേലോ സപ്പോർട്ട് ലെവൽ ഇപ്പോൾ ഒരു കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആഡ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല. 143 വരുമോ നമുക്ക് നോക്കാം. 120 വന്നു കഴിഞ്ഞാൽ ആവറേജ് ചെയ്യാം. ഇപ്പം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, യെസ് 134 ആയി. ഇപ്പം ഈ ആപ്പിൽ യെസ് കാണിക്കുന്നുണ്ട് 135. ഓക്കെ, 43, 47 ഡേ ഹൈ. ഞാൻ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും 143 ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ളൊരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു കോൾ ഓപ്ഷൻ. $136, 37 good. $38 വന്നിട്ടുണ്ട്.
എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. 133 ആണ് ആവറേജ് പ്രൈസ്, 143 ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് കൂടുതൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാൻ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 143 വരുമ്പോൾ ബുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് 140 ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓർഡേഴ്സിലൊരു ലിമിറ്റ് ഓർഡർ 143 ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു സെൽ ലിമിറ്റ് ഓർഡർ. എന്തായാലും ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഞാൻ 143 സ്ക്വയർ ഓഫ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഡൗൺ ആയാൽ ആവറേജ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ടാർഗറ്റ് ഓൾമോസ്റ്റ് വന്നു, ബട്ട് 143ക്കാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. $36 നോക്കാം. അതിനിടയ്ക്ക് ഡൗൺ ആവുകയാണെങ്കിൽ എന്തായാലും ആവറേജ് ചെയ്യേണ്ടി വരും. ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് ഇപ്പം ഓവറോൾ വ്യൂ. ഇപ്പം അതുകൊണ്ട് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു ലോട്ട് ഞാൻ എടുത്തിട്ട് വെച്ചത്. കാരണം 130 43 വരികയാണെങ്കിൽ ഓക്കെ, 30 പ്ലസ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് ആക്ച്വൽ പ്ലാൻ. അല്ലാതെ നമ്മളിപ്പോൾ മോളിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് റിസ്ക് കൂടി വരും, കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. പിന്നെ ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ പുൾ ബാക്ക് വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാനാണ് ഞാനിപ്പം ഓൺലി 1 ലോട്ട്. ഇൻ കേസ് സപ്പോർട്ട് ലെവലിലേക്ക് വരുവാണെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യേണ്ടത് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് പ്രീഡിഫൈൻ ആയിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഒരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്, നോക്കാം. അത് പുൾ ബാക്ക് ആയിട്ട് വന്ന് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഓൾമോസ്റ്റ് 140 വന്നപ്പോഴാണ് ബുക്ക് ചെയ്യാൻ സ്ക്വയർ ഓഫ് ആവുമെന്ന് വിചാരിച്ചു. എന്തായാലും വന്നിട്ടില്ല, വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ അതൊരു പുൾ ബാക്കിന് ശേഷം ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഞാനത് സ്ക്വയർ ഓഫ് ചെയ്തു. 139.3 സ്ക്വയർ ഓഫ് ചെയ്തത്. 141 ആണ് വന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് അത് ടാർഗറ്റിലേക്ക് വന്നു. പിന്നെ ഒരു റിജക്ഷൻ ഉണ്ടായിരുന്നു. മേ ബി അത് 120 വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ എൻട്രി എടുക്കാം. 450 റുപ്പീസാണ് ബുക്ക് ചെയ്തത്. 1 ലോട്ടാണ് ഇപ്പം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 എൻട്രിയും നമുക്കറിയാം. എൻട്രി എടുത്തു, അത്യാവശ്യം 10 പോയിൻറ്റ്സിൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നു. അപ്പോൾ നമുക്കതിൽ സ്കെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ ആവറേജ് ചെയ്യാനോ അല്ലെങ്കിൽ ലോട്ട് സൈസ് എടുക്കാനുള്ള സ്പേസ് ഇല്ല. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ 2 or 3 ലോട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇൻ കേസ് പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്കത് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റേഞ്ച് നമുക്കറിയാം, അതുവരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ കാണുമ്പോൾ, അപ്പോൾ ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ട്രേഡ് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. പിരമിഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് ഹയർ ഹൈ അങ്ങനെ ഹൈയിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഓരോ പുൾ ബാക്കിൽ നമ്മൾ ആഡ് ചെയ്ത് ആ ഒരു മൊത്തം വലിയ റാലി വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബൈയിങ് പ്രഷർ ഇപ്പോൾ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 120 ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ 129 എത്തി. നമ്മൾ ബുക്ക് ചെയ്തത് 139 അപ്പോൾ 10 പോയിൻറ്റ്സ് ഡൗൺ ആവുമെന്ന് മനസ്സിലായി. റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്ക് ആ 143 141 അത് അത്രയും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് വരാൻ കുറച്ചുകൂടി സമയമെടുക്കും. വരില്ലെന്നല്ല, എന്തായാലും ആ ഒരു ലെവൽ 143 വരും. അപ്പോൾ ഞാൻ ആ ഒരു പുൾ ബാക്ക് വരുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനൊരു റെസിസ്റ്റൻസ് ലെവൽ നേരത്തെ വന്ന ഹൈയിൽ ബുക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ ബുക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 2 ട്രേഡിലും കൂടി നമുക്ക് 1.2K പ്രോഫിറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല ട്രേഡ്സ് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ തന്നെ 120 അറൗണ്ട് എടുക്കേണ്ടതായിരുന്നു. 20 എടുത്തിട്ടുണ്ടെങ്കിൽ 20 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് 133 എടുക്കാൻ പറ്റിയത്. ഞാൻ ഇപ്പോൾ ഒരു ഡേ ഹൈ ബ്രേക്ക് ചെയ്തപ്പം
വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, അതുപോലെ തന്നെ നേരെ ഒരു 15 മിനിറ്റ്സ് ഇങ്ങനെ താഴേക്ക് വരുന്നതാണ് കാണാൻ പറ്റിയത്, 15 to 20 മിനിറ്റ്സ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് സമയം ഡിലേ വന്നു. അപ്പോൾ ഇനി അടുത്ത എൻട്രി ഇതേപോലെ ഡിലേ വരാതെ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ക്വാണ്ടിറ്റീസ് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇനി നമുക്ക് 120 നോക്കാം. 120 വന്നതിന് ശേഷം ഡിസിഷൻ എടുക്കാം. അടുത്ത ട്രേഡിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ.